ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പിഎം കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് പിഎം കിസാൻ പദ്ധതിയുടെ 23ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44 ലക്ഷത്തിലധികം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. हर सरकारी योजना का लाभ सीधे आप तक पहुंचाया जा रहा है. अब कोई बिचौलिया नहीं, कोई रुकावट नहीं, सिर्फ आपके अधिकार पर फोकस है. एग्रीस्टैक के माध्यम से किसान रजिस्ट्री बनेगी. किसान क्रेडिट कार्ड, डीबीटी और न्यूनतम समर्थन मूल्य पर जैसी सेवाओं में പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗ്ഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പിഎം കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കണക്റ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ക് ഡ്രില്ലിൽ രാജ്യത്തുടനീളം 2,50,000-ത്തിലധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി സിസിടിവി നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള ജിപിഎസ് ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് എൻഡിഎ ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം പിഡബ്ല്യുഡി റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ
സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗാ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1801117800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22-നാണ് ആലപ്പുഴ പുന്നമടക്കായൽ 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.